യേശുവിന്റെ കണ്ണുകളിലൂടെ 12/2/1996 ദർശനം. ഗ്രാമം വിട്ട് ഞങ്ങൾ പോകും വഴി ഒരു സിനഗോഗിന്റെ മുമ്പിൽ കുറെ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടു. ഒരു പറ്റം ഫരിസേയർ മുമ്പോട്ട് വന്നു. ഒരാൾ ചോദിച്ചു, ഒരു നിമിഷം നിൽക്കൂ, നിങ്ങൾ ആരാണ്? ഞാൻ നസ്രായനായ യേശുവാണ്. ഞാനത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം എല്ലാവരും നിശബ്ദരായി എന്നെ നോക്കി നിന്നു. അതിൽ ഒരാൾ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഓ, അപ്പോൾ ഇതാണ് വലിയ പ്രവാചകൻ. എന്തെങ്കിലും പറഞ്ഞു തരും, ഞങ്ങളും പഠിക്കട്ടെ. ഒരിക്കലും പഠിക്കാത്ത ചിലരുണ്ട്. ഈശ്വരേച്ഛയ്ക്ക് എതിരായി അവർ ഹൃദയം അടച്ചിരിക്കുന്നു. ആദരവോടും ദയോടും കൂടി എല്ലാ മനുഷ്യരോടും വർത്തിക്കുവാൻ പ്രവാചകന്മാരാൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇവിടെയുള്ള എത്ര പേർ അത് അനുസരിക്കുന്നുണ്ട്? സ്നേഹത്തിന്റെ കൽപ്പനകൾ പിതാവ് സ്വർഗത്തിൽ നിന്ന് നൽകിയിരിക്കുന്നു. എത്ര പേർ അതിന് ചെവി കൊടുത്തിരിക്കുന്നു? ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഇതാണ്. നിങ്ങൾ നാണയങ്ങൾ എണ്ണുന്നു, ഭാവിയിലേക്ക് സമ്പത്ത് വാരിക്കൂട്ടി, മറ്റുള്ളവരെ കുറിച്ച് ചിന്തയില്ലാതെ സ്വയം ശേഖരിക്കുന്നു. ഇതാണ് ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ അത്യാഗ്രഹവും അസൂയയും നിറഞ്ഞവരായി ഞാൻ കാണുന്നു. നിങ്ങൾ ഇപ്രകാരം ആയിത്തീരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കി നിങ്ങൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ കാണുക, തിരിച്ചറിയുക. നിങ്ങളുടെ അഹന്ത പാപത്തെ ഒളിച്ചു വെക്കാതിരിക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളുക. സ്തംഭിച്ചു പോയെങ്കിലും വീക്കലൂടെ അയാൾ പറഞ്ഞു, എന്റെ ഹൃദയത്തിനുള്ള നിങ്ങൾക്ക് എങ്ങനെ കാണാൻ സാധിക്കും? എന്റെ അന്തരംഗം നിങ്ങൾ എങ്ങനെ അറിയാനാണ്? ഞാൻ പ്രതിവചിച്ചു, നീ ജനിച്ച അന്നു മുതൽ നിന്നെ ഞാൻ അറിയുന്നതാണ്. നിന്റെ സുഖ സൗകര്യങ്ങൾക്ക് പണം ഉണ്ടാക്കുവാനായി നീ സഹോദരന്റെ മേലങ്കി മോഷ്ടിച്ച വിറ്റ സമയത്ത് ഞാൻ നിന്റെ അരികിലുണ്ടായിരുന്നു. അവൻ മുട്ടിന്മേൽ വിറച്ചുകൊണ്ട് പറഞ്ഞു, ഗുരു, എന്നോട് ക്ഷമിക്കൂ. ഇത് ആരും അറിഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. എന്നാൽ അങ്ങ് അറിയുന്നു. എന്നോട് പൊറുക്കണം. ഞാൻ നല്ലവനായിക്കൊള്ളാം. കുനിഞ്ഞ് അവന്റെ കരം ഗ്രഹിച്ചുകൊണ്ട് ഞാൻ അവനെ എഴുന്നേൽപ്പിച്ചു. വഴിയിൽ നഷ്ടപ്പെട്ട അനേകരെ പോലെയായിരുന്നു അവൻ. ഇന്നു മുതൽ നിന്റെ ജീവിതശൈലി മാറ്റുക. ദൈവത്തെ സ്തുതിക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനുമായി നിന്റെ സമയം ഉപയോഗിക്കൂ. അപ്രകാരം നീ പാപമോചനം പ്രാപിക്കും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് അത്യാഗ്രഹത്തിൻ്റെത് അല്ലാത്ത നന്മയുടെ ഒരു ജീവിതം നയിക്കണം. ചുറ്റും നിന്നിരുന്നവർ ഭയത്താൽ ദൂരത്തേക്ക് കണ്ണു പായിച്ചുകൊണ്ട് നിന്നു. എന്റെ മുഖത്തേക്ക് ഏതെങ്കിലും കാരണവശാൽ നോക്കിപ്പോയാൽ ഞാൻ അവരുടെ ഹൃദയത്തിലേക്ക് നോക്കി തൽസ്വരൂപം പുറത്തു കൊണ്ടുവന്നാലോ എന്നവർ ഭയപ്പെട്ടു. ഞങ്ങൾ തടാകത്തിലേക്ക് തിരികെ പോയി. അവിടെ വെച്ച് ഞങ്ങൾ മനുഷ്യരുടെ ഹൃദയങ്ങൾ മൃദുലമാക്കുവാനും അവരുടെ പാപങ്ങൾക്ക് പൂർത്തി കൊടുക്കുവാനും പിതാവിനോട് പ്രാർത്ഥിച്ചു. വൈകുന്നേരമായി. എങ്ങും കൂരിരുട്ട് വ്യാപിച്ചു. കത്തിജ്വലിക്കുന്ന തീയുടെ അല്പം വെളിച്ചം മാത്രം. തീയിൽ കത്തുന്ന കനലുകൾ നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. എന്തൊരു തെളിച്ചമാണ് ഖ്യാതി. പിന്നെ പതുക്കെ പതുക്കെ മങ്ങുന്നു. അതിനുശേഷം ചാമ്പലായി കെട്ടുപോകുന്നു. ഇത് മനുഷ്യവംശത്തെ കുറിച്ചുള്ള എന്റെ ചിന്തയെ ഉണർത്തി. ദൈവത്തോടുള്ള തങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് പലരും പരസ്യമായി പ്രഖ്യാപിക്കാറുണ്ട്. എന്നാൽ കാലാന്തരത്തിൽ സ്വാർത്ഥത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ സ്നേഹം മങ്ങുന്നു. പിന്നീട് സ്വന്തം കാര്യം മാത്രമായി അവർ ഇരുട്ടിൽ മറയുന്നു. മെല്ലെ ഒരു ദുഃഖഗാനം പാടുകയായിരുന്നു അന്ത്രയാസ്. അത് അവന്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നതായിരുന്നു. മറ്റുള്ളവരും മെല്ലെ കൈകൊട്ടി താളം പിടിച്ചുകൊണ്ട് പാട്ടിൽ പങ്കുചേർന്നു. പണത്തിനായി ഒറ്റുകൊടുക്കപ്പെട്ട ഒരു സ്നേഹത്തിന്റെ കഥയാണ് അവൻ പാടിയത്. പണക്കാരനായ ഒരു മനുഷ്യൻ അയാളുടെ മകളെ സ്നേഹത്തിന്റെ വലയിൽ നിന്നും മോചിപ്പിക്കുവാനായി അവളുടെ കാമുകനെ പണം കൊടുത്ത് സ്വാധീനിച്ച് അവളിൽ നിന്ന് വേർപിരിക്കുന്നു. വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്നവരാണ് അവർ. തന്റെ സ്നേഹത്തിന് പകരം കാമുകൻ പണം സ്വീകരിച്ചതറിഞ്ഞ് ഹൃദയം തകർന്ന ആ പെൺകുട്ടി ഒന്നും ഭക്ഷിക്കുവാൻ പോലും ആകാതെ വേദനിച്ച് വിഷമിച്ച് മരിച്ചുപോയി. സമ്പത്തിനും പ്രശസ്തിക്കും വേണ്ടി ദൈവസ്നേഹം നിരസിക്കുന്ന അനേകരെ കുറിച്ച് എനിക്ക് ഓർമ്മ വന്നു. ഒരു ദുഃഖഗാനം പോലെ ഈ ലോകം. എന്റെ പിതാവിന്റെ ശബ്ദം ഹൃദയത്തിൽ നിറഞ്ഞവനായിട്ട് ഞാൻ ഉണർന്നു. പിതാവിനോട് കൂടി തനിച്ചായിരിക്കുന്നതിന് ഞാൻ ഏകാന്തമായൊരു ഇടത്തേക്ക് പോയി. അവിടെ എന്റെ പിതാവുമായി സംസാരിച്ചുകൊണ്ട് ഞാൻ ഏതാനും മണിക്കൂറുകൾ ഇരുന്നു. പിതാവ് എന്നോട് നിർവഹിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും ഞാൻ അത് എപ്രകാരം നിറവേറ്റുമെന്നതിനെ കുറിച്ചും ചർച്ച ചെയ്തു. ഓരോ പ്രാവശ്യവും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴും മനുഷ്യവംശം എത്ര എളുപ്പമാണ് പാപം ചെയ്തുകൊണ്ട് ദൈവത്തിങ്കൽ നിന്ന് അകന്നു പോകുന്നതെന്ന് ഞാൻ അതിശയിക്കാറുണ്ട്. അപ്പോൾ അവരെ
മോചിപ്പിക്കുവാനായി ഞാൻ നൽകേണ്ടതായ വിലയെക്കുറിച്ചും ചിന്തിക്കും. സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ നേരിടുന്നതിനെ കുറിച്ചുള്ള ഭയത്താൽ എന്നിലെ മനുഷ്യനും മാനവരാശിയുടെ പാപമോചനത്തിനായി അതിയായി ആഗ്രഹിക്കുന്ന എന്നിലെ ദൈവവും തമ്മിൽ ഉള്ളിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു. ദുഷ്ടാരൂപിയാകട്ടെ എന്റെ ഉള്ളിൽ ഭയവും ഉത്കണ്ഠയും നിറയ്ക്കുവാനായി കച്ചകെട്ടി പിന്നാലെ കൂടിയിരിക്കുകയാണ്. എന്നാൽ അവന്റെ വിഫലമായ പരിശ്രമങ്ങളെ ഞാൻ തീർത്തും അവഗണിച്ചു. പിതാവ് തന്റെ സ്നേഹത്താൽ എന്നെ ശക്തിപ്പെടുത്തി, തന്റെ വചനത്താൽ എന്നെ പ്രോത്സാഹിപ്പിച്ചു, എന്നെ അവിടുത്തെ ഹൃദയത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു. പിതാവിനോട് ചേർന്നിരിക്കുമ്പോൾ എനിക്കൊന്നും അസാധ്യമായി ഉണ്ടായിരുന്നില്ല, ഒന്നും നിരസിക്കപ്പെട്ടിരുന്നില്ല, ഒന്നിനും എന്നെ തടയാനുമായില്ല. എന്റെ പിതാവിന്റെ സ്നേഹം അത്രമേൽ ശക്തമായിരുന്നു, മൃദുലമായിരുന്നു, ശക്തിപ്പെടുത്തുന്നതായിരുന്നു, സ്വാഗതം ചെയ്യുന്നതായിരുന്നു. എന്റെ ജീവനെ കൊണ്ട് എല്ലാ മക്കളെയും, അതായത് ഭൂമുഖത്തുള്ള എന്റെ കുടുംബത്തെ ഈ നിത്യാനന്ദത്തിൽ പങ്കുചേർക്കണമെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. പിതാവിനോട് ചേർന്നിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവും ഞാനും ഒന്നായി. ഒന്നിച്ച് ഞങ്ങൾ സ്നേഹം പങ്കുവച്ചു. 14/2/1996 ദർശനങ്ങൾ. ഞാൻ ശിഷ്യന്മാരുടെ അരികിലേക്ക് തിരികെ ചെല്ലുമ്പോൾ മത്സ്യം കൊണ്ട് ഒരു ലഘുഭക്ഷണം തയ്യാറാക്കുകയായിരുന്നു അവർ. സമയം ഉച്ചയോട് അടുത്തിരുന്നു. തോമസ് പറഞ്ഞു, ഗുരു, അങ്ങ് പോയിട്ട് ഒരുപാട് നേരമായല്ലോ. ഞങ്ങൾക്ക് അല്പം ഉത്കണ്ഠ തോന്നാതിരുന്നില്ല. ഉത്കണ്ഠയുടെ ആവശ്യമില്ല തോമസ്, ഞാൻ എന്റെ പിതാവിനോട് കൂടെയായിരുന്നു. ശിമയോൻ എന്റെ അടുത്ത് വന്ന് പാകം ചെയ്ത മത്സ്യം തന്നു. ഞാൻ അതിൽ നിന്നെടുത്ത് പിതാവിന് നന്ദി പറഞ്ഞു. അപ്പോൾ ശിമയോൻ വളരെ താഴ്ന്ന സ്വരത്തിൽ എന്നോട് പറഞ്ഞു, ഇവർ തമ്മിൽ വീണ്ടും തർക്കിക്കുകയായിരുന്നു ഗുരു. ഞാൻ നോക്കിയപ്പോൾ യൂദാസ് പുറംതിരിഞ്ഞിരിക്കുന്നു. പത്രോസും യോഹന്നാനും യാക്കോബും ജാള്യത്തോടെ നിലത്ത് കണ്ണു നട്ടിരിക്കുന്നു. ഈ പ്രാവശ്യം നിങ്ങൾ തമ്മിൽ എന്തിനെ ചൊല്ലിയാണ് വിസമ്മതമുണ്ടായത്? ഞാൻ ചോദിച്ചു. പത്രോസ് പറഞ്ഞു, യൂദാസ് പറയുകയാണ്, നമ്മുടെ വേലയ്ക്ക് കൂടുതൽ പണം ലഭിക്കണമെങ്കിൽ നമ്മൾ വലിയ വലിയ പട്ടണങ്ങളിലേക്ക് നീങ്ങണമെന്ന്. എന്നാൽ അങ്ങ് ആഗ്രഹിക്കുന്നിടത്തേക്കാണ് നമ്മൾ പോകേണ്ടതെന്ന് ഞങ്ങൾ പറഞ്ഞു. അത് മാത്രമൊന്നുമല്ല, അതിൽ കൂടുതലുണ്ട്. യൂദാസ് വിളിക്കുകയായിരുന്നു, ഇവർ പറയുന്നത് ഞാൻ അങ്ങയുടെ കൂടെ ആയിരിക്കുന്നത് പണം ഉണ്ടാക്കുവാൻ വേണ്ടി മാത്രമാണെന്നും ഞാൻ പണത്തെ മാത്രമാണ് സ്നേഹിക്കുന്നതെന്നുമാണ്. ഗുരു, നമ്മുടെ ഭക്ഷണകാര്യങ്ങൾ എങ്ങനെ നടക്കും? എങ്ങനെ വസ്ത്രം വാങ്ങിക്കും? അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ താമസ സ്ഥലങ്ങൾക്ക് വാടക കൊടുക്കുന്നത് എന്നൊക്കെ ഞാൻ വേവലാതിപ്പെടാറുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ അങ്ങനെ ആയിരിക്കേണ്ടത് ആവശ്യമാണ്, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനാവില്ല. നമ്മൾ ഒരിക്കലും അധികമൊന്നും സമ്പാദിച്ചിട്ടില്ല എന്നോർക്കണം. നമ്മളെ തീറ്റിപ്പോറ്റുന്ന നല്ല മനസ്സുകളെ ആശ്രയിച്ചാണ് നമ്മൾ ഓരോ ദിവസവും കഴിയുന്നത്. ആളുകൾക്ക് താങ്ങാവുന്ന തുക അവരുടെ കയ്യിൽ നിന്ന് പിരിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതം കുറച്ചുകൂടി സുഖപ്രദമാകും. ഇതാണ് ഞാൻ പറഞ്ഞത്. യൂദാസ്, ഒരുപാട് ആദി പിടിക്കരുത്. എന്റെ പിതാവിൽ വിശ്വസിക്കൂ. ഇത്ര കാലവും പിതാവ് നമ്മൾക്കായി എങ്ങനെ കരുതി എന്നത് നീ കാണുന്നില്ലേ? ചോദിച്ചു വാങ്ങുമ്പോൾ അത് ബാധ്യത മൂലം തരുന്ന പണമാണ്. അത് എത്ര അധികം കിട്ടിയാലും സ്നേഹത്തെ പ്രതി ലഭിക്കുന്ന അല്പമാണ് കൂടുതൽ നല്ലതെന്ന് നീ കണ്ടറിയുന്നില്ലേ? നമ്മൾക്ക് നൽകപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ആവശ്യമാണ്. കൂട്ടിവെക്കേണ്ട ആവശ്യവുമില്ല. നമ്മൾക്ക് ആവശ്യമായത് വിശ്വാസം മാത്രമാണ്. അപ്പോൾ എല്ലാം നൽകപ്പെടും. ലാഭം ഉണ്ടാക്കുവാനാണ് നാം ശ്രമിക്കുന്നതെങ്കിൽ നമ്മൾ ഫരിസേയരെക്കാൾ ഒട്ടും ഭേദമില്ല. രക്ഷിക്കപ്പെടുന്ന ആത്മാക്കളെയാണ് നമ്മൾ കാണേണ്ടത്. അതാണ് യഥാർത്ഥ പ്രതിഫലം. നമ്മുടെ സുസ്ഥിതിയെ കുറിച്ചുള്ള നിന്റെ ഉത്കണ്ഠ എനിക്ക് മനസ്സിലാകുന്നുണ്ട് സുഹൃത്തെ. എങ്കിലും എന്നിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കുവാൻ പഠിക്കും. അങ്ങനെ സമാധാനമായിരിക്കും. എന്നാൽ നിങ്ങളോട് ഞാൻ പറയട്ടെ സഹോദരരെ, അത്ര ആഴമായ വികാരത്തോടു കൂടി തർക്കിക്കരുത്. ആരെയും മുറിപ്പെടുത്താതെ ഉത്തരം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ച് മാന്യവും സ്നേഹപൂർവമായ രീതിയിൽ ചർച്ച ചെയ്യാവുന്നതാണ്. എന്നാൽ ഒരു സ്നേഹിതനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു തർക്കം വിജയിച്ചിട്ട് എന്ത് കാര്യം? ജാളിത്താൽ തൊടുത്ത മുഖത്തോടെ പരസ്പരം നോക്കിയതിനു ശേഷം അവർ സാധനങ്ങളെല്ലാം പെറുക്കിയെടുത്തുകൊണ്ട് അടുത്ത പട്ടണത്തിലേക്ക് പോകുവാൻ തയ്യാറായി. 19/2/1996 ദർശനങ്ങൾ. ഗ്രാമത്തിലേക്കുള്ള പാതയിലൂടെ നടക്കുമ്പോൾ കാറ്റുവീശിയതിനാൽ ഞങ്ങളുടെ മുഖത്തേക്ക് പൊടി പറന്നു വീഴുന്നുണ്ടായിരുന്നു. ഒരു വലിയ കാറ്റിനുള്ള പുറപ്പാടാണെന്ന് വായുവിലുണ്ടായ മാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാനായി. ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷം, കറുത്തിരണ്ട മാനം, മഴ പെയ്യുവാൻ തുടങ്ങി. ആദ്യം മെല്ലെ, പിന്നെ ഇടിയും മിന്നലും ഒക്കെയായി ഭയങ്കര മഴ. നനയാതിരിക്കുവാൻ ഞങ്ങളോടി ഒരു കുടിലിൽ കയറി നിന്നു. വളരെ ദയനീയമായ അവസ്ഥയിലായിരുന്ന ആ കുടിൽ ഒരു മുന്തിരിത്തോപ്പിന്റെ സൂക്ഷിപ്പുപുരയായിരുന്നു. എത്ര നേരം ഈ മഴ തുടരുമോ ആവും? ആരോടെന്നില്ലാതെ ഫിലിപ്പോസ് ചോദിച്ചു. യൂദാസ് മറുപടിയായി പറഞ്ഞു, നമ്മുടെ യോഗമനുസരിച്ച് ദിവസങ്ങളോളം ഇവിടെ കുടുങ്ങുവാനാണ് സാധ്യത. പത്രോസ് എന്റെ നേരെ നോക്കി പുഞ്ചിരിച്ചു.
എന്നിട്ട് പറഞ്ഞു, കൂട്ടുകാരെ, നമുക്ക് ഈ അവസരം നന്നായി പ്രയോജനപ്പെടുത്താം. പിതാവായ ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒത്തൊരുമിച്ച് നമ്മുടെ ദൈവസ്നേഹം ആഘോഷിക്കാം. അവിടുത്തെ തിരുനാമത്തെ മഹത്വപ്പെടുത്തി സ്തുതിക്കാം. അപ്പോൾ ഈ സമയം ആനന്ദകരമായി തീരും. നീ നന്നായി സംസാരിക്കുന്ന പത്രോസ്, ഞാൻ പ്രതിവചിച്ചു. എല്ലാവരും മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചു. പിതാവേ, അവിടുത്തെ പൂർണ്ണമായും സ്നേഹിക്കുന്നവരായ അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഇതാ പ്രാർത്ഥനയിലൂടെ അവിടുത്തെ പക്കലേക്ക് വരുന്നു. അങ്ങേക്ക് ഞങ്ങളോടുള്ള സ്നേഹമാകുന്ന വിശിഷ്ടദാനത്തെ പ്രതി അവിടുത്തെ സ്തുതിക്കുവാൻ ഇതാ ഞാൻ അവിടുത്തെ പുത്രൻ അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവിടുത്തെ മഹത്വത്തെ പ്രതി ധാരാളം പ്രവർത്തിക്കേണ്ടവരായ എന്റെ ഈ അനുയായികളുടെ മേൽ അവിടുത്തെ പ്രീതി ഉണ്ടായിരിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുവാനുള്ള ശക്തിയാൽ അവരെ തക്ക സമയത്ത് നിറയ്ക്കണമേ. അതിനുശേഷം എല്ലാവരും ചേർന്ന് ദൈവത്തിന്റെ കരുണയെ പ്രതി പിതാവിനെ സ്തുതിച്ചു. കുറച്ചു നേരത്തിന് ശേഷം മഴ ശമിക്കുകയും വീണ്ടും ഞങ്ങൾ പട്ടണത്തിലേക്ക് യാത്ര തുടരുകയും ചെയ്തു. വായുവിൽ സുഖകരവും ശുദ്ധവുമായൊരു ഗന്ധം. എല്ലാവരിലും ഒരു നവോന്മേഷം. പ്രാർത്ഥനയിൽ നിന്നൊരു ആനന്ദത്തോടെ എല്ലാവരും കാലടികൾ മുന്നോട്ട് വെച്ചു. അന്തരീക്ഷത്തിൽ അനുഭവപ്പെട്ട കുളിര് ആനന്ദത്തിന് മാറ്റുകൂട്ടി. ഗുരു, ഭൂമിയെ മഴ ശുദ്ധീകരിക്കുന്നതും പുതിയതുപോലെയാക്കുന്നതും ഒക്കെ ഒരു അതിശയം തന്നെയല്ലേ? യാക്കോബ് ചോദിച്ചു. അതെ എന്റെ കുട്ടി, അതങ്ങനെ തന്നെയാണ്. എല്ലാം പൊറുക്കുന്ന ദൈവത്തിന്റെ കരുണയാണ് മഴയെന്ന് സങ്കല്പിക്കുക. അത് ആത്മാവിൽ പതിക്കുമ്പോൾ പാപത്തിന്റെ കറകൾ മായുകയും മനുഷ്യഹൃദയം നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു. കുഞ്ഞാടിന്റെ പാപപരിഹാര ബലിയാൽ എല്ലാ ദൈവമക്കൾക്കും ലഭിക്കുന്ന ദൈവിക സമ്മാനമാണത്. എല്ലാവർക്കും വാഗ്ദാനം ചെയ്യപ്പെടുന്ന ദൈവത്തിന്റെ കരുണ അംഗീകരിച്ചാൽ മാത്രം